ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കിയാലോ. ആദ്യമേ തന്നെ ഞാൻ കുറച്ച് പാർലേജ് ബിസ്ക്കറ്റും 2-3 ഏലക്കായും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്തു. നന്നായി പൊടിച്ചെടുത്ത ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ മാറ്റി വെച്ചു. അതിനുശേഷം 2 മുട്ട വേറൊരു ബൗളിലിട്ട് നന്നായി ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുത്തു. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു. എനിക്കറിയില്ല ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വീഡിയോസൊക്കെ നോക്കിയാണ് ഞാൻ പുഡിംഗ് ഉണ്ടാക്കിയത്. നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്നും കണ്ട് പുഡിംഗ് ഉണ്ടാക്കരുത് കേട്ടോ. നല്ല നല്ല വീഡിയോസൊക്കെ കണ്ടുണ്ടാക്കി. എന്താണെങ്കിലും എൻ്റെ ആദ്യത്തെ പരിശ്രമം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്ത ഈ മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റ് മിക്സ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ തന്നെ ആദ്യമേ തന്നെ എൻ്റെ പണി പാളിപ്പോയി. കാരണം ഇത്രയും ബിസ്ക്കറ്റ് ഇത്രയും നമ്മൾ പൊടിച്ചെടുക്കരുത്. അത് ഭയങ്കര മീൻസ് എന്താ പറയുക, പുഡിങ്ങിനെ കുറച്ച് ഹാർഡാക്കി കളയും. എനിക്ക് ഭയങ്കര പാടായിരുന്നു അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ മിക്സ് ചെയ്യാൻ നോക്കി. പക്ഷേ തീരെ നടപടിയാവില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എല്ലാവരും അത്യാവശ്യം നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടത്. പക്ഷേ ഞാൻ എന്താണെങ്കിലും അതിന് മുന്നേ കുറച്ച് പാലൊഴിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നമ്മുടെ പാലും മുട്ടയും ബിസ്ക്കറ്റിൻ്റെ ആ മിക്സും കൂടി നന്നായി ഇളക്കി മറിച്ച് മിക്സ് ചെയ്തെടുത്തു. ഒന്നുകൂടി കൺസിസ്റ്റൻസി കുറച്ച് ലൂസാക്കാമെന്നൊക്കെ വിചാരിച്ച് കുറച്ചുകൂടി പാലൊഴിച്ച് നന്നായി ലൂസാക്കി എടുത്തു. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ ബിസ്ക്കറ്റിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുത്തു ഗൈസ്. അതിനുശേഷം ഞാൻ അത് മാറ്റി വെച്ചു. പിന്നീട് ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ പോയി. ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം, അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ എടുത്തത്. അത് നന്നായി മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്തു. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ നന്നായി തിളപ്പിച്ചെടുക്കണം. അതെങ്ങനെ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് ഞാൻ ഈ കാരമലൈസ് ചെയ്ത ഈ ഷുഗർ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ബേസിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്ന ബാറ്റർ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ പുഡിങ്ങിൻ്റെ അത്യാവശ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കാഷ്യൂ അതിൻ്റെ മുകളിൽ പൊടിച്ചിട്ട് കൊടുത്തിരുന്നു. പിന്നീട് ഒരു പാത്രത്തിൽ ഞാൻ ഓൾറെഡി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു, ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോഴാണ് ഓർത്തത്, അയ്യോ പുഡിങ്ങിൻ്റെ മിക്സ് കവർ ചെയ്തില്ലല്ലോ. അങ്ങനെ ഞാൻ പോയി ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്ത് അത് കവർ ചെയ്തു. നന്നായി ടൈറ്റ് ചെയ്ത് കവർ ചെയ്തതിന് ശേഷം അപ്പോഴേക്കും എൻ്റെ വെള്ളം തിളച്ചു. എന്നിട്ട് എനിക്ക് വേറെ ഒന്നും വെച്ച് കൊടുക്കേണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പോയി എൻ്റെ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ എൻ്റെ ഈ ബിസ്ക്കറ്റ് മിക്സ് വെച്ച് കൊടുത്തത്. എന്നിട്ട് ഞാനതൊരു 30 മിനിറ്റ് സ്റ്റീം ചെയ്ത് കൊടുത്തു. 30 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്ത് ഈ ബിസ്ക്കറ്റ് പുഡിങ് ഞാൻ പിന്നീട് എടുത്ത് മാറ്റി വെച്ചു ഗൈസ്. അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തു. ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് പുഡിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഗൈസ്. എൻ്റെ ആദ്യത്തെ പരിശ്രമമാണ്. എന്തോ ഒരു പിടിയില്ല. എന്താണെങ്കിലും ഞാൻ എൻ്റെ അലുമിനിയം ഫോയിൽ പതുക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ ഇതാ ഗൈസ്, നമ്മുടെ സ്വന്തം പാർലേജി ബിസ്ക്കറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിരിക്കുന്നു. നോക്കൂ ഗൈസ്. പിന്നീട് ഞാനൊരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ സൈഡെല്ലാം പതിയെ വിടുവിച്ചെടുത്തു. കുറച്ച് പാടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ബിസ്ക്കറ്റിൻ്റെ മിക്സ് എനിക്ക് കുറച്ച് കൂടിപ്പോയി. അപ്പോഴേ എനിക്ക് തോന്നി ഇത് കുറച്ച് ഹാർഡാവോ പണി പാളുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ ശ്രമം ഒന്നും ഇടയ്ക്ക് വെച്ച് നിർത്തിയില്ല. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താവും എന്നുള്ള അറിയാനുള്ളൊരു കാത്തിരിപ്പിലേക്ക് ഞാൻ പിന്നീടും യാത്ര തുടർന്നു. അങ്ങനെ ഞാൻ അതിന് പാകത്തിനുള്ളൊരു പാത്രമൊക്കെ എടുത്ത് അതിലേക്ക് ഞാൻ എൻ്റെ ഈ പുഡിങ്ങിനെ കമഴ്ത്തി വെച്ച് ഗൈസ്. ഇതാ നോക്കൂ, നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ടാങ് ടാങ്. അങ്ങനെ ഞാനിതൊരു പീസ് എടുത്ത്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമൊക്കെ തോന്നി. എന്നാലും എനിക്ക് ഡൗട്ടായിരുന്നു ഇത് ഹാർഡായിരിക്കും. കട്ട് ചെയ്തപ്പോഴും ചെറിയ ഹാർഡാണ് എന്നൊക്കെ എനിക്ക് തോന്നി. എന്താണെങ്കിലും ഞാൻ രണ്ടും കൽപ്പിച്ച് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഒരു പീസ് ഞങ്ങൾ 2 പേരും കൂടി കഴിക്കാമെന്ന് ഓർത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി.
കിട്ടിയോ? നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണെങ്കിലും സംഭവം അടിപൊളിയായി. അങ്ങനെ എൻ്റെ ബിസ്ക്കറ്റ് പുഡിംഗ് ഇവിടെ വിജയിച്ചു ഗൈസ്. എൻ്റെ ആദ്യത്തെ പരിശ്രമമായിരുന്നു. എന്താണല്ലോ എൻ്റെ യാത്ര ഇനിയും തുടരും. ഞാൻ പുതിയ പുഡിങ്ങുമായി വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.